പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ കേരളത്തിൽ വിവാദമായിരിക്കുന്നത് ഈ ശബരിമല പെരുങ്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക താല്പര്യമെടുത്ത് സംഘടിപ്പിച്ചൊരു ചടങ്ങിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദമാണ്. അത് വിവാദമാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയനും പങ്കെടുത്ത ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ അത് കൃത്രിമമായി ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗമായിട്ടുള്ള N. സുബ്രഹ്മണ്യത്തിനെ പിണറായിയുടെ പോലീസ് കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് കൃത്രിമമായി ചമച്ചതാണ്, കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അയാൾക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ. യഥാർത്ഥത്തിൽ എന്താ സുഹൃത്തുക്കളെ സംഭവിച്ചത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ ഓഗസ്റ്റ് 20 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളപ്പിൽ വെച്ച് ഒരു ചടങ്ങ് നടന്നു. ആ ചടങ്ങ് എന്ന് പറയുന്നത് ശബരിമലയിലേക്കായി പോലീസിന് ബാംഗ്ലൂരിലെ ഭീമ ജ്വല്ലറി ഒരു ജീപ്പ്, ഒരു ഗൂർഖ ജീപ്പ് ആംബുലൻസായി നൽകുന്ന ഒരു ചടങ്ങായിരുന്നു അത്. പ്രത്യേകം ഓർത്തുകൊള്ളണം, ശബരിമലയിൽ ഉപയോഗിക്കാൻ വേണ്ടി പോലീസിന് ബാംഗ്ലൂരിലെ ഭീമ ജ്വല്ലറി ഒരു ജീപ്പ് നൽകുന്നത്, 10-15 ലക്ഷം രൂപയുടെ ഒരു ഗൂർഖ ജീപ്പ് നൽകുന്നത്. ഇതാണ് ചടങ്ങ്. സ്വാഭാവികമായും ആ ചടങ്ങിൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും പങ്കെടുത്തു. സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുന്നത് എന്താ, അങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഭീമ ജ്വല്ലറിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ ആംബുലൻസിൻ്റെ താക്കോൽ മുഖ്യമന്ത്രിക്ക് നൽകും എന്നാണല്ലോ നമ്മളെല്ലാം കരുതുക. കാരണം ഭീമ ജ്വല്ലറിയാണല്ലോ അത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. എന്നാൽ 2025 ഓഗസ്റ്റ് 20 സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടന്ന ആ ചടങ്ങിൽ ഭീമ ജ്വല്ലറി പോലീസിന് നൽകിയ ആംബുലൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങിൽ ആ പോലീസിന് നൽകിയ ജീപ്പിൻ്റെ താക്കോൽ പ്രതീകാത്മകമായി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ഭീമ ജ്വല്ലറിയുടെ ബന്ധപ്പെട്ട ചുമതലക്കാരനോ ഉദ്യോഗസ്ഥനോ അല്ല, മറിച്ച് ശബരിമലയിലെ പെരുങ്കൊള്ളയിൽ പ്രഭവ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാം പ്രതിയായ, ഇപ്പോഴാകട്ടെ പുരാവസ്തുക്കൾ, പഞ്ചലോക വിഗ്രഹങ്ങൾ അന്താരാഷ്ട്ര മാഫിയയ്ക്ക് പോലും വിൽക്കുന്ന സമയത്ത് പോലും അവിടുത്തെ സജീവ സാന്നിധ്യമായിരുന്ന ഒന്നാം പ്രതിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ കാട്ടുകള്ളനായിരുന്നു. അത് ചർച്ചയിൽ വരുന്നില്ല, അതല്ലേ ചർച്ചയിൽ വരേണ്ടത്. അതായത് ഈ ജീപ്പ് മുഖ്യമന്ത്രിക്ക് ഭീമ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടവർ കൈമാറ്റം ചെയ്യുന്നതിന് പകരം കൈമാറ്റം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അത് ഓഗസ്റ്റ് 20 സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്കാണ് ഈ പെരുങ്കൊള്ള പുറത്തു വന്നത്. അപ്പോൾ ഓഗസ്റ്റിലൊക്കെ പെരുങ്കൊള്ള നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കൈമാറ്റം ഭീമ ജ്വല്ലറിക്ക് വേണ്ടി നടത്തുന്നത്. ഇനി ആ ചടങ്ങിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്ന് നോക്കിക്കേ. ആ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, DGP റവാഡ ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, ദീർഘകാലം ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസറൊക്കെ ആയിരുന്ന ചുമതലക്കാരനായിരുന്ന ADGP S. ശ്രീജിത്ത് ഉണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെന്തോ മട്ടന്നൂർ ശങ്കരൻകുട്ടി നായർ എന്ന് പറഞ്ഞൊരു മേള വിദ്വാനും, പിന്നെ ഭീമയുടെ ചുമതലക്കാരനും, പിന്നെ ഏതോ ഒരു വനിത, ഒരു ചുമന്ന വസ്ത്രമൊക്കെ ഇട്ടൊരു വനിത. ഇത്രയും പേരാണ് പ്രധാനമായിട്ടും അതിനകത്ത് ഉണ്ടായിരുന്നത്. സുഹൃത്തുക്കളെ, അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് ഒന്ന് കാണാം. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടല്ലോ. ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ? ഒന്ന്, അത് ഭീമ ജ്വല്ലറിയാണ് അത് കൊടുത്തിട്ടുള്ളത്, അത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ താക്കോൽ കൈമാറുന്നത് ആ കാട്ടുകള്ളനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അത് കൊടുക്കുന്ന സമയത്ത് ശബരിമലയിൽ പെരുങ്കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറഞ്ഞ പോലെ കട്ടളപ്പാളികളും വാതിലും ദ്വാരപാലക ശില്പങ്ങളും അതിൻ്റെ പീഠങ്ങളും ഇതിൻ്റെ എല്ലാ സ്വർണം പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പോലീസിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ADGP S ശ്രീജിത്തിൻ്റെയും DGP രവാഡ ചന്ദ്രശേഖരൻ്റെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ പിന്നെ ഭീമ ജ്വല്ലറിക്ക് വേണ്ടി ഈ താക്കോല് പിന്നെ പിണറായി വിജയൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അത്ഭുതപ്പെട്ടു പോകുമല്ലേ സുഹൃത്തുക്കളെ നമ്മൾ. ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ? പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഓരോ ചടങ്ങിലും ആരാണ് പങ്കെടുക്കുന്നത്, അയാളുടെ പശ്ചാത്തലം എന്താണ്, അയാളുടെ ക്രെഡൻഷ്യൽസ് എന്താണ്, അയാളൊരു തട്ടിപ്പുകാരനാണോ അല്ലേ എന്നൊക്കെ വിശദമായി പരിശോധിക്കേണ്ട ഇൻ്റലിജൻസ് എന്നൊരു പ്രത്യേക വകുപ്പ് തന്നെ ഇല്ലേ? ഒരു ADGP തന്നെ ഇൻ്റലിജൻസിനുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരന്വേഷിച്ച് ഈ മുഖ്യമന്ത്രിയുമായി ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ വെയറബൌട്ട്സ് മുഴുവൻ പരിശോധിച്ച് അവർ കുഴപ്പക്കാരല്ല, അവരുമായിട്ട് മുഖ്യമന്ത്രിക്ക് ചടങ്ങിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള തീരുമാനം അറിയിച്ചതിന് ശേഷമല്ലേ സാധാരണ ഇതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോക കള്ളൻ ശബരിമലയിൽ നിന്ന് പെരുംകൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ എങ്ങനെയാണ് പങ്കെടുത്തത്? ഇനി യഥാർത്ഥത്തിൽ പോലീസിനൊരു ആംബുലൻസ് കൊടുക്കണമെങ്കിൽ അത് ഭീമ ജ്വല്ലറി നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയല്ലേ വേണ്ടത്? എങ്ങനെയാണ് ഭീമ ജ്വല്ലറിക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊടുക്കാനിടയായത്? ദുരൂഹമല്ലേ? നമ്മളൊന്നാലോചിച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദി ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നവർ ആരാണെന്നുള്ളത് സംബന്ധിച്ച് ആദ്യാവസാനം അരിച്ച് പരിശോധിക്കുകയല്ലേ അവിടുത്തെ ഇൻ്റലിജൻസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ. അതുപോലെ തന്നെയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പിണറായി വിജയൻ ആ അന്വേഷണമൊക്കെ നടത്തിയിട്ടും ഇയാളിൽ നിന്ന് താക്കോൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണവും നടന്നില്ല എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? അപ്പോൾ സ്വാഭാവികമായ അന്വേഷണം നടന്നിട്ടില്ല എന്നാണോ നമ്മൾ പറയുന്നത്? അതൊന്നും ആയിരിക്കണമെന്നില്ല. കാരണം എന്താ? ആ ചടങ്ങിൽ DGP ഉണ്ട് എന്ന് മാത്രമല്ല, ആ ചടങ്ങിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടെന്ന് മാത്രമല്ല, ആ ചടങ്ങിൽ ADGP S ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അയാളാണ് വർഷങ്ങളായി ശബരിമലയിലെ ചുമതലയുള്ള പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ. അയാളുടെ പങ്കാണ് അതിൽ ഏറ്റവും കൂടുതൽ ദുരൂഹം. എന്താ കാരണം? ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ ചടങ്ങ് കഴിഞ്ഞ് നേരെ പോയത് DGP ഓഫീസിലേക്കാണ്. ഒരേ വേഷമാണ് ഇട്ടിരിക്കുന്നത്, ഒരു മഞ്ഞ ജുബ്ബ അതാണ് ഇട്ടിരിക്കുന്നത്. ആ ജുബ്ബ ഇട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുമായി ചേർന്നുള്ള ഈ പരിപാടി കഴിഞ്ഞ് നേരെ DGP ഓഫീസിൽ ചെന്ന് ADGP ശ്രീജിത്തിൻ്റെ മുറിയിൽ ചെന്ന് ഔദ്യോഗിക വേഷത്തിൽ നിൽക്കുന്ന ADGP ശ്രീജിത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാട അണിയിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചുമന്ന വസ്ത്രധാരിയായിട്ടുള്ള ഒരു വനിതയും മട്ടന്നൂർ ശങ്കരൻകുട്ടി നായരും ഈ ADGP ശ്രീജിത്തിന് പൊന്നാട അണിയിക്കുന്ന സമയത്തും ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ യോഗം കഴിഞ്ഞ് നേരെ അങ്ങോട്ടാണ് പോയെന്നർത്ഥം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ ചടങ്ങ് ഏർപ്പാടാക്കി കൊടുത്തതിൽ ADGP ശ്രീജിത്തിന് മുഖ്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് നമ്മൾ കരുതണ്ടേ സുഹൃത്തുക്കളെ? അപ്പോൾ ശബരിമലയിലെ പെരുങ്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തൊരു ചടങ്ങിലേക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് എത്തിച്ചത് ADGP S ശ്രീജിത്താണ് എന്നല്ലേ വരുന്നത്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താ? ഈ കൃത്രിമമായിട്ടൊരു ഫോട്ടോ ഉണ്ടാക്കിയില്ലോ എന്നുള്ളത് അത് വേറൊരു വിഷയം. അതാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? എങ്ങനെയാണ് പിണറായി വിജയൻ്റെ ചടങ്ങിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ വന്ന് പങ്കെടുക്കാനിടയായത്? ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഫോട്ടോ എടുക്കലല്ലല്ലോ, ഒരു ചടങ്ങിൽ വന്ന് പങ്കെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഭീമ ജ്വല്ലറിക്ക് വേണ്ടി പിന്നെ ഈ ആംബുലൻസ് പിന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറുകയല്ലേ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യുന്നത്? അപ്പോൾ അതിൽ നിന്ന് ഒരു സംശയവും വേണ്ട, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ദുരൂഹമാണ് കാര്യങ്ങൾ.
കള്ളനാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ യോഗത്തിൽ ആ പരിപാടിയിൽ നിന്ന് പങ്കെടുത്തതാവാനാണ് സാധ്യത. അതിൻ്റെ മുഖ്യ കാർമ്മികൻ ADGP S ശ്രീജിത്ത് ആവാനാണ് സാധ്യത. കാരണം ആ ചടങ്ങ് സംഘടിപ്പിക്കുന്ന സംഘാടകനായിട്ട് നിൽക്കുന്നത് ADGP S ശ്രീജിത്താണ്. അതിനുശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ ശ്രീജിത്തിൻ്റെ ഓഫീസിലേക്ക് ചെന്ന് അയാൾക്ക് പൊന്നാട എണീച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മോർ ദാൻ വാട്ട് മീറ്റ്സ് ദി ഐ എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ദുരൂഹമായിട്ടുള്ള സംഭവവികാസങ്ങൾ ഇതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള അന്തരാള ബന്ധങ്ങളുണ്ടോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ആ സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ സംഭവം തന്നെയാണ്. വളരെ ദുരൂഹമായിട്ടുള്ള വിഷയങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടി വരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.